ഹലോ ഗായ്സ്, വെൽക്കം ടു കൺട്രീസ് ഇസ് വ്ളോഗ് ടു എ ഹംബിൾ ഈവനിങ്. സോ വർക്ക് കഴിഞ്ഞ് നേരെ വന്നൊരു കോഫി ഉണ്ടാക്കുന്നുണ്ട്. ചൂട് കോഫി ഉണ്ടാക്കി അവിടെ വച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഹൗസ് മെയ്ഡിനെ കുറിച്ചാണ് കേട്ടോ. ഭയങ്കര ക്യൂട്ടാണ്, എപ്പോൾ ഒക്കെ സ്മൈൽ ചെയ്തിരിക്കും, നല്ല ക്യൂട്ടാണ്. സോ ഞങ്ങളുടെ കോഫി കുടിച്ചാണ് ഞങ്ങളുടെ ഈവനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ കൊടുത്തു വെച്ചായിരുന്നു. ബീഫും പിന്നെ കുറച്ച് പച്ചക്കറി ഐറ്റങ്ങളും പിന്നെ നാട്ടിലെ മസാലകളും പിന്നെ ഏറ്റവും മെയിനായിട്ട് വെളിച്ചെണ്ണ കുറച്ച് നാട്ടിൽ നിന്ന് കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. സോ അത് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കയറി കാണാം. അതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. സോ നേരെ നമ്മളെ സവാളയും കൊച്ചുള്ളി തൊലിയൊക്കെ ഒഴിച്ച് നല്ലപോലെ നമ്മൾ കഴുകി കട്ട് ചെയ്യുകയാണ്. പിന്നെ കിച്ചണിൽ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു, വൃത്തിയാക്കലും ഒതുക്കലായിട്ട് ഇങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 7 മണി 8 മണി, ഇവിടുത്തെ ഒരു 7 മണി 8 മണി അടുപ്പിച്ചായിട്ടുണ്ട്. സോ ഒന്നൊന്നായിട്ടെല്ലാം കട്ട് ചെയ്ത് പിന്നെ ഞങ്ങൾ മിക്സിയിൽ അത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കാൻ വേണ്ടി അത് അരിഞ്ഞിടുകയാണ്. പിന്നെ മിക്സി ഒന്ന് വളരെ ഒരു ചെറിയൊരു മിക്സിയാണ് കേട്ടോ കൊണ്ടുവന്ന്. നമ്മുടെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു കുഞ്ഞു മിക്സിയാണ് നമ്മൾ കൊണ്ടുവന്നത്. ഏകദേശം എന്തൊക്കെയാണെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല. സോ എന്തായാലും ഇനി മുന്നോട്ട് പോകുന്ന നേരത്ത് വലിയൊരു മിക്സി വാങ്ങിക്കാണ്ടിരിക്കുകയാണ്. സോ അരയ്ക്കാൻ വേണ്ടിയൊക്കെ ആവശ്യമായിട്ടുള്ള അതിനു വേണ്ടി അങ്ങനെ എല്ലാം ഇതാക്കി അരച്ചു തുടങ്ങിയാണ്. നമുക്കെന്താ പറയുക, കുറവ് ദിവസമായിട്ട് നമുക്ക് ബീഫ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിൽ ആ ഒരു സ്റ്റൈലിൽ നമ്മുടെ വെളിച്ചെണ്ണ ഇട്ട് നമ്മുടെ നാട്ടിലൊരു മണം ഉണ്ടല്ലോ ബീഫിൻ്റെ, അത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ അങ്ങനെ ഇത് എന്തായാലും ഇന്ന് അങ്ങ് ചെയ്യാമെന്നങ്ങ് വിചാരിച്ചു. അങ്ങനെ ബീഫ് നല്ലപോലെ കഴുകി എടുത്തൊരു 7-8 വട്ടം നമ്മൾ നല്ലപോലെ കഴുകി, ഓൾമോസ്റ്റ് അതിൻ്റെ ബ്ലഡ് ആ ഒരിത് പോകുന്നവരെ നല്ലപോലെ കഴുകി. പിന്നെ നാട്ടിൽ നിന്ന് കൊടുത്തു വെച്ച കുറച്ച് മസാല ഐറ്റങ്ങളാണ്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതുകൊണ്ട് പിന്നെ കൊടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഓൾറെഡി നമ്മൾ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ആവശ്യമായിട്ടുള്ള മസാലാസ്, കുരുമുളക്, പിന്നെ വെളിച്ചെണ്ണ അത് കൊടുത്തു വെച്ചാണ്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ കൊണ്ടുവന്നതുണ്ടായിരുന്നു. പിന്നെ അല്ലാതെ നാട്ടിൽ നിന്ന് കൊടുത്തു വെച്ചതായിട്ട് പിന്നെ നല്ലപോലെ ബീഫ് കഴുകി നമ്മളൊരു ബാച്ചിലർ ടൈപ്പ് ഓഫ് ബീഫാണ് വയ്ക്കാൻ പോകുന്നത്. ലൈക്ക് ഭയങ്കര ഒതൻറ്റിക് ആയിട്ടൊന്നുമല്ല, നോർമൽ നമ്മളെ ബാച്ചിലേഴ്സൊക്കെ വയ്ക്കുന്ന ആ ടൈപ്പ് ബീഫാണ്. സോ ബീഫിൽ ആവശ്യമായിട്ടുള്ള വെള്ളവും പിന്നെ നമ്മളെ സ്പൈസസ് ആയിട്ടുള്ള റോ സ്പൈസസും അതിട്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സവാള ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് പിന്നെ നല്ല നീളത്തിലരിഞ്ഞ പച്ചമുളക്. ഇവിടുത്തെ പച്ചമുളകിൻ്റെ പ്രത്യേകത നമ്മളൊരു നാട്ടിലത്തെ ആ ഒരു മണമും ആ ഒരു രീതിയിൽ ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ്. അപ്പം പ്രത്യേകമായിട്ട് പറഞ്ഞ് നാട്ടിൽ നിന്ന് കൊടുത്തേച്ചാണ് അവിടുത്തെ പച്ചമുളക്. പിന്നെ അതും കൂടി ഇട്ട് പിന്നെ അതിന് കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ടൊന്ന് അടച്ച് വെച്ച് ഹീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം വേറെയും കുറച്ച് ടാസ്കും പരിപാടിയും ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ. അപ്പം മൊത്തമായിട്ടൊന്ന് എടുക്കാൻ പറ്റില്ല, കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി. അങ്ങനെ നേരെ പിന്നെ നമ്മൾ ഇതിനകത്ത് സവാളയും കൊച്ചുള്ളിയും വഴറ്റാൻ തുടങ്ങി. സവാള, കൊച്ചുള്ളി, പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് അരച്ച് നമ്മുടെ ബീഫ് നല്ല തിളയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അതിൻ്റെ ഒരു വീഡിയോ കറക്റ്റായിട്ടൊന്ന് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റില്ല, കാരണം കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയി, അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മിസ്സായിപ്പോയി. സോ ഓൾറെഡി നമ്മളെ ബീഫ് ഇതാ സെറ്റായിട്ടുണ്ട് കേട്ടോ. ബീഫ് തരാം. പിന്നെ ചപ്പാത്തി ചുട്ടായിരുന്നു, അതിൻ്റെയൊന്നും വീഡിയോ എടുക്കാൻ കുറച്ച് അല്ലാതെ കുറച്ച് ടാസ്കുകളും പണികളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്തായാലും മുന്നോട്ടുള്ള നമ്മളെ വീഡിയോസിൽ എന്തായാലും ഫുള്ളായിട്ടുള്ളൊരു വ്ളോഗ് സെറ്റ് ചെയ്യുന്നുണ്ട്, വന്നതിൻ്റെ കുറച്ചൊരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ചപ്പാത്തി ഇതൊക്കെ കഴിച്ച് ഫുള്ള് മൊത്തമായിട്ട് ടേസ്റ്റ് കാരണം മൊത്തം കറി നക്കിയെടുത്തു. കുറച്ച് ബ്രെഡ് ഉണ്ടായിരുന്നു, അതിൽ നിന്നും കുറച്ച് മിക്സ് ചെയ്ത് നമ്മളെടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ നേരെ പിന്നെ നമ്മളൊന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഒരു നൈറ്റ് വോക്കിന് ഭക്ഷണമൊക്കെ കഴിച്ചു, വയറൊക്കെ ഫുള്ളായിരുന്നു. അപ്പോൾ എൻ്റെ നൈറ്റ് വോക്കിന് നമുക്ക് ഇറങ്ങാമെന്ന് വെച്ച് നൈറ്റ് വോക്കിന് അങ്ങ് ഇറങ്ങി. പിന്നെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അവിടെ ഒരു പ്രത്യേക ഒരു പോസ്റ്ററാണ് കേട്ടോ. ആ ഫുൾ കോഴിയിട്ട് കറങ്ങുന്നത് ഒരു ഫുഡ് കടയാണ്. എനിക്കൊന്ന് ഇന്ത്യൻ ആൾക്കാരാണ് നടത്തുന്നത്. പിന്നെ അവിടെ വന്നപ്പം കുറച്ച് ലൈറ്റും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ആ ഭാഗത്ത്. അങ്ങനെ അതും കണ്ട് നമ്മൾ പതുക്കെ നടന്ന് അങ്ങോട്ട് പോകണം. പിന്നെ അതിൻ്റെ സൈഡിൽ നമ്മൾ മാർക്കറ്റ് സൈഡ് ഉണ്ടായിരുന്നു. മാർക്കറ്റ് സൈഡാണ് നിങ്ങളത് കാണുന്നത്. നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടുള്ള ഓരോ വീഡിയോസിന് മുന്നോട്ടുള്ള ഓരോ തവണ നമ്മൾ വീഡിയോസ് ഇടാൻ നേരത്ത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തന്നു. ജസ്റ്റ് ഒന്ന് റാൻഡമായിട്ട് നമ്മൾ ഇന്നൊരു ഈവനിങ് എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത്, ഓൾമോസ്റ്റ് യൂഷ്വലി ഇങ്ങനെ തന്നെ ആയിരിക്കും മോസ്റ്റ് ഓഫ് ഈവനിങ്സ്. സോ അത് നിങ്ങൾ കാണിക്കണ്ട. അപ്പോൾ നടന്നു വന്നപ്പോൾ ഒരു പൂച്ചക്കുട്ടി അവിടെ ഇരുന്ന് റോഡിൻ്റെ നടുക്കിന്ന് ഇതാക്കണം. അപ്പോൾ നീ കണ്ടപ്പോഴത്തേക്ക് എന്തോ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നുന്നു. സോ പൂച്ചക്കുട്ടിയുടെ ചെറിയൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ നടന്ന് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് ഇവിടുത്തെ കുളുമാല് ഹോസ്പിറ്റലാണ്. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ മുന്നോട്ട് ഞാൻ നല്ലതുപോലെ ഇടുന്നുണ്ട്. ഇത് ജസ്റ്റ് നമ്മളൊന്ന് ഷോർട്ടായിട്ടൊന്ന് കാണിക്കാം.
പിന്നെ അതൊരു സ്റ്റീക്ക് ഹൗസ് കാണാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അങ്ങനെ നടന്ന് ഓരോ കാഴ്ചകളും കണ്ട് ഈ രാത്രി അവിടെ ഒരു നല്ലൊരു പ്ലസൻറ്റ് വൈബാണ്, രാത്രിയിലത്തെ ഒരു വൈബ്. പിന്നെ നടന്ന് നമ്മൾ വിചാരിച്ച് നേരെ ഒന്ന് ബീച്ചിലോട്ട് പോകാമെന്ന്. അങ്ങനെ നടന്ന് കുളുമാല ബീച്ചിൻ്റെ സൈഡിലെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ബീച്ചസിനെ കുറിച്ചും മാർക്കറ്റിനും അങ്ങനെ പലതിൻ്റെ വീഡിയോസും ഇനിയും മുന്നോട്ടുള്ള ഫ്യൂച്ചറിൽ നമ്മൾ ഇടുന്നതായിരിക്കും. പിന്നെ ആ ലൈറ്റ് പോസ്റ്റില്ലേ, ആ ലൈറ്റിൻ്റെ പോസ്റ്റാണ് നമുക്ക് ആ ഭാഗം ഇച്ചിരി ക്ലിയർ ആയിട്ട് കാണുന്നത്. സോ അത് കാണിക്കാൻ വേണ്ടി തന്നെ ഞാൻ ആ ഭാഗത്തോട്ട് എത്തിയതാണ്. അത് നോക്കിയാൽ നല്ല രസമാണ്. ഇപ്പോൾ ഓൾറെഡി അവിടെ വെയിൽ ഇറക്കും സമയമാണ്. അപ്പോൾ ഫിഷസൊക്കെ എടുക്കുന്നുണ്ട്, ഫിഷ് പിടിക്കാൻ ആൾക്കാർ പോകുന്നു. പിന്നെ കടയിൽ നമ്മളൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് അതും കഴിച്ച് നേരെ തിരിച്ചങ്ങോട്ട് വീട്ടിലൂടെ നടന്നു പോവാണ്. കാരണം ഇനി വീട്ടിൽ ചെന്നിട്ട് കുറച്ച് പരിപാടിയുണ്ട്, നാളെ പിന്നെ ഓഫീസിൽ പോകണം. അതുകൊണ്ട് ബൈ.